ഡോക്ടർ അതുപോലെ ഈ യുദ്ധം വരുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ എക്കാലത്തും ഇറാനൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ് ഈ യമനിലെ വിമത ഹൂത്തികളും അതുപോലെ ലെബനനിലെ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ ഇതിനൊരു ചരിത്രപരമായ ഒരു കുറേ കാര്യങ്ങളുണ്ട്, വസ്തുതകളുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സുന്നികൾക്കെതിരെ രൂപപ്പെട്ടു വന്ന ഒരു അജയശക്തിയാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാൻ എന്ന് പറയുന്നത് ഈ സുന്നികളെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുന്നികളുടെ ആശയത്തിനെതിരെ രൂപപ്പെട്ടു വന്ന ഒരു ഇസ്ലാം മത വിശ്വാസികളുടെ ആയിട്ടുള്ള പ്രദേശമായിട്ട് കണക്കാക്കുമ്പോൾ ഈ ഷിയ വിശ്വാസികളായ ആളുകളെ സുന്നി മതവിശ്വാസികൾ ഒരിക്കലും ഇസ്ലാം മതത്തിൻ്റെ അനുയായികളായിട്ട് കണക്കാക്കിയിട്ടില്ല. അവിശ്വാസികളായിട്ടാണ് ഈ ഷിയ വിശ്വാസികളെ ഈ പറയുന്ന പൗരസ്ത്യദേശത്തുള്ള അറബ് വംശത്തോട് ബന്ധപ്പെട്ട് വരുന്ന അറബ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ കണക്കാക്കി പോരുന്നത്. അപ്പോൾ ആ ഷിയ വിശ്വത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആ വിശ്വാസ സമൂഹം പല അവാന്തര വിഭാഗങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ആ അവാന്തര വിഭാഗങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ചരിത്രത്തിലൂടെയാണ് ഈ ഹൂത്തികളോട് ബന്ധപ്പെട്ട് വരുന്ന ചരിത്രവും നിലനിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രവാചകനെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഇമാമുമാരെ അംഗീകരിക്കുന്ന പ്രവണതയാണ് ഷിയാക്കൾ മുന്നോട്ട് വെക്കുന്ന പ്രവണത എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഒരു ചരിത്രത്തിൽ ഇമാമുമാരുടെ സ്ഥാനം വളരെ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. 5 ഇമാമുമാരെ അംഗീകരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ സെയ്ദികൾ എന്നാണ് പറയുന്നത്. അതായത് ഈ പ്രവാചകനോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഇസ്ലാം മതത്തിൻ്റെ പുറകിൽ സഞ്ചരിക്കുന്ന അലിയോട് ബന്ധപ്പെട്ട് വരുന്ന ഹുസൈനോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന ആ മക്കൾ, അതിനോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന ഒരു 5 ഇമാമുമാരെ അംഗീകരിക്കുന്നവരെയാണ് സെയ്ദികൾ എന്നാണ് പറയുന്നത്. ആ സെയ്ദികളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭാഗം ഷിയാക്കളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 7 ഇമാമുമാരെ അംഗീകരിക്കുന്ന വിഭാഗങ്ങളുണ്ട്. ഇവരെ ഇസ്മൈലികൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 12 ഇമാമമാരെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ 12 ഇമാമമാരുടെ പിന്തുടരാവകാശത്തിലൂടെ ജീവിച്ചു പോകുന്ന വിഭാഗങ്ങളുണ്ട്. ഇവരെ ഇത്ന അഷാരി എന്നാണ് പറയുന്നത്. ആ ഇത്ന അഷാരി എന്ന് പറയുന്ന വിഭാഗത്തോട് ബന്ധപ്പെട്ടാണ് ആയത്തുള്ള ഖൊമൈനി എന്ന് പറയുന്ന ഒരു ഭരണകൂടം ഇറാൻ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5 ആൾക്കാരോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇമാമിനോട് ബന്ധപ്പെട്ട് വരുന്ന സെയ്ദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം അവർ ഷിയാക്കൾ തന്നെയാണ്. ആ ഷിയാക്കൾ എന്ന് പറയുന്നത് 1969 വരെ യമനിലെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായിരുന്നു. അപ്പോൾ 893 മുതൽ 1969 വരെ യമനിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള വിഭാഗമായിട്ട് മാറിയ ഒരു വിഭാഗമായിരുന്നു സെയ്ദികൾ എന്ന് പറയുന്നത്. ആ സെയ്ദികളോട് ബന്ധപ്പെട്ട് വരുന്ന ആ കൂട്ടരോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ പറഞ്ഞ ഹൂത്തികൾ. ഹൂത്തികൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ മുഹമ്മദിൻ്റെ കുടുംബമുണ്ട്. ആ കുടുംബത്തോട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഹാഷിമുകൾ എന്ന് പറയുന്നത്. ആ ഹാഷിമുകളോട് ബന്ധമുള്ള യമനിലെ ഒരു ഗോത്ര വിഭാഗമാണ് ഹൂത്തികൾ എന്ന് പറയുന്നത്. അൽ ഹൂത്തീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അൽ ഹൂത്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യമനിലുള്ളൊരു ഗോത്ര വിഭാഗമാണെന്നും ആ ഗോത്ര വിഭാഗം പ്രവാചകന്റെ കുടുംബമായിട്ടുള്ള ഇസ്മായിലികളുമായിട്ട് ബന്ധമുണ്ടെന്നും അതേസമയം തന്നെ 5 ഇമാമുമാരെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഷിയ വിഭാഗമാണ്. അപ്പോൾ ഷിയ വിഭാഗത്തോട് ബന്ധപ്പെട്ട് വരുന്ന 12 ഇമാമമാരെ അംഗീകരിക്കുന്നവരാണ് ഇറാൻ ഭരിക്കുന്നതെങ്കിൽ തന്നെയും അവരുടെ തന്നെ ഒരു അവാന്തര വിഭാഗമായിട്ടുള്ള 5 ഇമാമമാരെ അംഗീകരിക്കുന്നവരിൽ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഇറാനെ സഹായിച്ചുകൊണ്ട് അമേരിക്കയ്ക്കെതിരെയും സൗദി അറേബ്യക്കെതിരെയും നിലനിൽക്കുന്നത്. അതുപോലെ ലെബനോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗം റവല്യൂഷണറി ഗാർഡുകൾ ഇറാനോട് ബന്ധപ്പെട്ട് ഇറാനിൽ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് തന്നെ അവരോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവിധ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും ഈ റവല്യൂഷണറി ഗാർഡുകളായിരുന്നു. ആ റവല്യൂഷണറി ഗാർഡുകളുടെ സ്വാധീനം ലെബനിൽ ഉണ്ടാകുന്നു. അപ്പോൾ ലെബനിലുള്ള ഷിയ വിശ്വാസികളുടെ ഇടയിൽ അവരുടേതായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇറാനിൽ രൂപപ്പെട്ടിട്ടുള്ള സായുധ സംഘം ലെബനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ലെബനിലെ ഷിയാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു സായുധ സംഘമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇറാനെ സഹായിച്ചുകൊണ്ട് നിലനിൽക്കുന്ന 2 ഷിയ വിഭാഗങ്ങളാണ് യമനിലെ ഹൂത്തികളും അതുപോലെ തന്നെ ലെബനിലെ ഈ പറയുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്നത്.